മണ്ടന്മാർ മതവിശ്വാസികളായി തുടരുന്നുണ്ടാകാം, അത്രയേ ഉള്ളൂ അർത്ഥം. അതുകൊണ്ട് അവരൊന്നും ക്രൂരരായി മാറുന്നൊന്നുമില്ല. പാലസ്തീൻ ഉണ്ടായിരുന്നോ, പാലസ്തീൻ പിന്നുണ്ടായതാണ്. അതിനുശേഷമാണല്ലോ എന്തായാലും പാലസ്തീൻ ഇല്ലായിരുന്നെങ്കിൽ തന്നെയും ഇസ്രായേൽ പിന്നുണ്ടായതല്ലേ. മതമല്ല പ്രശ്നം, അതങ്ങനെ തന്നെ മനസ്സിലാക്കണം. മതമല്ല പ്രശ്നം, വിഭവങ്ങളുടെ മേളിലുള്ള ആധിപത്യമാണ് പ്രശ്നം. അതിന് എന്ത് പേര് പറഞ്ഞും എന്ത് കാര്യവും പറഞ്ഞും ആളുകളെ അങ്ങനെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ മതം ഉപയോഗിക്കുന്നത്. പണ്ട് മനുഷ്യരുടെ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് വോട്ട് മേടിക്കാനായിട്ട് അത് തന്നെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇവിടുത്തെ ബ്രിട്ടീഷുകാരുടെ തുടർച്ചയാണ് മോദി, ബ്രിട്ടീഷുകാരുടെ തുടർച്ചയാണ് ഇസ്രായേൽ. ആളുകൾ ഇന്ന് ഇന്ത്യയെ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ വോട്ടാണ്. വടക്കൻ ഗംഗാധര മണ്ഡലത്തിലുള്ള പാവം പിടിച്ച മനുഷ്യരെ ഹിന്ദുക്കളെന്ന് പറഞ്ഞ് പറ്റിക്കാൻ പറ്റുമെന്ന് തിരിച്ചറിയുന്നവന്മാരായതുകൊണ്ടാണ് മാത്രമാണ് മോദിയൊക്കെ ജയിക്കുന്നത്. അതേ കാരണങ്ങളേ ഉള്ളൂ, അല്ലാതെ നമ്മൾ ഈ പറയുന്ന നിലവാരത്തിൽ മതവിശ്വാസമായിട്ട് ബന്ധപ്പെട്ടല്ലേ ഇതൊന്നും ഉണ്ടാകുന്നത്. എത്രയോ സ്ഥലങ്ങളിൽ ആൾക്കാർ എത്ര തരത്തിലെ വിശ്വാസങ്ങളുമായിട്ട് ലോകത്ത് ജീവിക്കുന്നുണ്ട്, അവരെല്ലാവരും തമ്മിൽ അടിക്കുന്നുണ്ട്. ആളുകൾ തമ്മിൽ ഗോത്രപരമായിട്ടുള്ള അടികളൊക്കെ ഉണ്ടാകും, രണ്ട് വിഭാഗങ്ങൾ എന്നുള്ള നിലവാരത്തിലുള്ള. അത് നമ്മുടെ നാട്ടിനകത്ത് നായന്മാർ വീഴവരും തമ്മിൽ വഴക്കിടുന്ന സ്ഥലമാണ്. വെള്ളപ്പള്ളി നടേശൻ്റെയും സുകുമാരൻ നായരുടെ കയ്യിലും AK-47 ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. അല്ല, വടക്കൻ കേരളത്തിനകത്ത് വെറുതെ നോക്കിയാൽ മതി, മാർക്സിസ്റ്റ് പാർട്ടിയും BJP തമ്മിൽ അടിയിടുന്ന, അവിടുത്തെ RSSകാരും തമ്മിൽ അടിയില്ലേ? അത് ഏത് മതത്തിൻ്റെ പേരിലാണ്? ഇപ്പം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ കൊലപാതകം നടന്ന പരമ്പര ഉണ്ടായിട്ടിരിക്കുന്ന കണ്ണൂർ പ്രദേശത്താണല്ലോ. അത് ഏത് മതത്തിൻ്റെ പേരിലാണ്? അത് തന്നെയല്ലേ അതിൻ്റെ കാരണം. നമ്മൾ കാണരുതോ? അവരുടെ കയ്യിൽ വെട്ടുവാള് മാത്രം ഉള്ളത് കാരണം കൊണ്ട് കുറച്ച് പേര് മാത്രം മരിക്കുന്നു, അത്രേ അർത്ഥമേ ഉള്ളൂ. ആഫ്രിക്കയിലുള്ള പാവം പിടിച്ച ആൾക്കാരുടെ കയ്യിൽ മുഴുവൻ ഈ തോക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത് മുഴുവൻ ഈ പറയുന്ന വികസിത രാജ്യങ്ങളിലുള്ള മനുഷ്യരാണ്. അതുകൊണ്ട് ആ നിലവാരത്തിൽ ഈ വിഷയങ്ങളെ മനസ്സിലാക്കേണ്ടതാണ്. ആ ഗാസയിലുള്ള ആൾക്കാരുടെ മണ്ടയിലെ അവരെ ദിവസവും ശ്വാസം മുട്ടിച്ചിരിക്കുന്നത്. എന്നാൽ എതിർക്കുന്ന ദിവസം, ഇപ്പം ഹമാസ് അതിനെ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് തലേന്ന് വരെ ദിവസവും ശ്വാസം മുട്ടി നിൽക്കുന്ന മനുഷ്യരാണത്. അത് കൂരിയെ പിടിക്കാൻ തുടങ്ങിയപ്പോൾ അത് കുത്തി എന്ന് പറയുന്നതാണ്, കൂരി മഹാഭീകരനാണെന്ന് പറയുന്നതാണ് ഹമാസ്. അതിനെ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുത്തിയത്, അല്ലാതെ ലോകത്ത് ഏതെങ്കിലും ഒരു മീൻ എന്തിനാ ഈ മനുഷ്യനെ തിന്നുന്നതാണ് ഷാർക്ക് എന്ന് പറയുമല്ലോ. കടലിറങ്ങി നീന്തുന്നതിനെ മാത്രമല്ലേ പിടിച്ചിട്ടുള്ളൂ, കരകയറി വന്ന് പിടിച്ചിട്ടുണ്ടാ? ഇതൊക്കെ പറയുന്നതിനൊരു മര്യാദ വേണ്ടേ? യുദ്ധങ്ങളുടെ മുഴുവൻ കാരണമെന്ന് പറയുന്നത് മറ്റാളുകളെ കീഴ്പ്പെടുത്തി അവരെ ഭരിക്കുകയും അവരുടെ വസ്തുവകകൾ അടിച്ചുകൊണ്ട് പോകണമെന്ന് ആലോചിക്കുന്നവരുടെ യുക്തിക്കകത്താണ്. അതിന് വരെ മതമാണ്, മതങ്ങൾ തമ്മിലാണ് അടിക്കുന്നത്. മതം മാറിയാൽ എല്ലാവരും തമ്മിൽ ഉമ്മ വയ്ക്കും. അവനവൻ്റെ വീട്ടിലുള്ള ഭാര്യയും ഭർത്താവും തമ്മിൽ ഒന്ന് ഉമ്മ വയ്പ്പിച്ച് കാണിച്ചാൽ മതി. അല്ല, ഈ സിവിൽ കോടതിയിലെ കേസ് മുഴുവനും മതവിശ്വാസികൾ തമ്മിലാണോ? ഇത്തരത്തിലുള്ള ആർഗ്യുമെൻറ്റ്സ് ഒക്കെ വെക്കുക എന്ന് പറയുന്നത് ഇസ്ലാം മത വിരോധമുള്ള ഒരു മനുഷ്യന് മാത്രമേ അങ്ങനെയുള്ള വരികളൊക്കെ പറയാൻ പറ്റൂ, വേറെ ഒന്നുമില്ല. കൃത്യമായിട്ട് ഇന്ത്യയിലെ ഹിന്ദുക്കൾ എന്ന് നമ്മൾ വിളിക്കുന്ന ഹിന്ദുത്വത്തിൻ്റെ ആൾക്കാരുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കുന്നവർക്ക് മാത്രമേ ഇസ്രായേലിനെ സപ്പോർട്ട് കൊടുക്കാൻ പറ്റൂ.